അപ്പം നമ്മൾ പഠിച്ചത് ആ വൃത്തം എന്ന് പറയുന്ന പാഠമായിരുന്നു. ആ വൃത്തം എന്ന് പറയുന്ന പാഠത്തിൽ ഈ കാണുന്നത് വൃത്തമാണ് ആ അല്ലേ? പിന്നെ പഠിച്ചത് നമുക്ക് ഇതിനൊരു സെൻറ്റർ ഉണ്ടാകുമെന്ന് പഠിച്ചു. ആ പിന്നെ ഇതിന് ഈ വൃത്തത്തിൻ്റെ 360 ചുറ്റും ഡിഗ്രി. ചുറ്റും കറങ്ങി വന്നാൽ അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ആ അത് 360 ഡിഗ്രി ആണെന്ന് പഠിച്ചു അല്ലേ? അതായത് ഒരു വൃത്തത്തിൻ്റെ കോണളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 360. 360 ഡിഗ്രി. ആ പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, ഒരു സെൻറ്റർ ഉണ്ടാവും എല്ലാ വൃത്തത്തിനും അല്ലേ? ആ ആ സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്ക്, ഇത് വൃത്തത്തിലെ ഒരു പോയിൻ്റാണ്. വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന നേർരേഖയെ വിളിക്കുന്ന പേരാണ് ആരം. ആരമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചെന്തുവാ? പിന്നെ രണ്ട് പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് ഞാൻ സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ എടുക്കണം ആ അല്ലേ? ഉം. സർക്കിളിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്താലും അത് കൂട്ടി വരയ്ക്കുന്ന നേർരേഖയെ ഞാണെന്ന് വിളിച്ചു. ആ ഞാൻ ആ അല്ലേ? ആ ഓക്കെ. പിന്നെന്തോ പഠിച്ചേ? പിന്നെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് നേർരേഖയിൽ പോകുന്നതിനെ വ്യാസം. അങ്ങനെയല്ല അത് പറയണ്ടേ. സംഭവം ഇങ്ങനെ വരയ്ക്കുന്നതാണെന്നറിയാം അല്ലേ? ആ ആ പറയേണ്ടത് ഇങ്ങനെയാണ്: ഇത് വൃത്തത്തിലെ ഒരു പോയിന്റ്, ആ ഇത് വൃത്തത്തിലെ വേറെ ഒരു പോയിന്റ്. ആ വൃത്തത്തിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ ആ കൂട്ടി വരയ്ക്കുന്ന നേർരേഖയെ ഞാണെന്ന് വിളിച്ചു. ഈ ഞാൻ തന്നെ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലേ, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത്തരം ഞാണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചേ? വ്യാസം എന്ന് വിളിക്കുന്നത്. വ്യാസം എന്ന് വിളിച്ചത്. ആ പിടികിട്ടിയ? ആ അപ്പം അത് അത്രയും കാര്യങ്ങൾ അവിടെ തീരുന്നു. അപ്പോൾ എന്തൊക്കെയാ? ആരം പഠിച്ചു, ഞാൻ പഠിച്ചു, വ്യാസം പഠിച്ചു, 360 ഡിഗ്രി ഉണ്ടെന്നും പഠിച്ചു. ഇതും ഒരു വൃത്തമാണല്ലോ. ഈ വൃത്തത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്രഭാഗം. കേന്ദ്രമുണ്ട്. ഇത് വൃത്തത്തിലെ ഒരു പോയിന്റ്, ഇത് വൃത്തത്തിലെ വേറൊരു പോയിന്റ്. ഇത് തമ്മിൽ കൂട്ടി വരച്ചാൽ എന്താകും? ഞാണെന്ന് വിളിക്കും. ഇത് തമ്മിൽ കൂട്ടി വരച്ചാൽ എന്തെന്ന് വിളിക്കും? ആരം. അതിൻ്റെ റീസൺ, ഇത് വൃത്തകേന്ദ്രമാണ്, ഇത് വൃത്തത്തിലുള്ള ഒരു പോയിന്റാണ്. ഇത് തമ്മിൽ കൂട്ടി വരച്ചാൽ അതിനെ നമ്മൾ ആരം എന്ന് വരയ്ക്കും, ആരം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കുന്നതോ? അതും ആരമാണ്. ഇനി ആരങ്ങളുടെ പ്രത്യേകത എന്തോ? ഒരു വൃത്തത്തിൽ ഇഷ്ടംപോലെ ആരം നമുക്ക് വരയ്ക്കാം. ഈ ആരങ്ങളെല്ലാം തുല്യ നീളമായിരിക്കും അല്ലേ? അപ്പോൾ അത് പഠിച്ചു. തുല്യ നീളമാണ് ഇത് രണ്ടും എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ഞാണാണല്ലോ. ഈ ഞാണിൻ്റെ ഈ അറ്റത്ത് നിന്നും ഒരു നേർരേഖ പോയി 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 വൃത്തത്തിൻ്റെ ഇവിടെ മുട്ടുന്നു. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ പോയി 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 ഇവിടെ മുട്ടുന്നു അല്ലേ? ഇങ്ങനെ ഒരു പടം വന്നാൽ ഇതിൻ്റെ കേന്ദ്രകോണിൻ്റെ, അതായത് ഈ ഞാണിൻ്റെ കേന്ദ്രകോൺ ഇതാണ്. ഈ ഞാണിൻ്റെ കേന്ദ്രകോണിൻ്റെ നേരെ പകുതിയായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ x/2 ഡിഗ്രിയാണ്. അതായത് എക്സിന് നമ്മൾ ഇപ്പം 100 എന്ന് പറഞ്ഞാൽ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ആയിരിക്കും അല്ലേ? ഇത് 500 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 500 വരത്തില്ലേ, 160 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 10 വരും. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 വരും. അങ്ങനെ ഇവിടെ എത്രയാണോ ഡിഗ്രി അതിൻ്റെ നേരെ പകുതിയായിരിക്കും ഇവിടെ കിടക്കുന്നത്. അത് മനസ്സിലായി. ഇതെന്താണ്? വൃത്തം. ഈ വൃത്തത്തിന് എന്തുകൊണ്ട്? കേന്ദ്രമുണ്ട്. ഈ പോയിന്റിൽ നിന്നും വൃത്തകേന്ദ്രത്തിലൂടെ
ഉം. വൃത്തത്തിൻ്റെ മറ്റേ പോയിന്റിൽ ചെന്നു. ആ. അപ്പോൾ ഇതിനെന്തെന്ന് വിളിക്കും? വ്യാസം. വ്യാസം. അങ്ങനെ ഈ വ്യാസം രണ്ടാരങ്ങൾ കൂടി ചേർന്നതാണെന്ന് പഠിക്കാം. നമുക്കറിയാം, ഉം. അല്ലേ? ആ. ഓക്കെ. അപ്പം വ്യാസം എന്ന് പറയുന്നത് രണ്ടാരങ്ങൾ. രണ്ട് ആരം. ആരത്തെ സൂചിപ്പിക്കാൻ ആറെന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുകയാണ്. ആ. അപ്പം വ്യാസം എന്ന് പറയുന്നത് രണ്ടേ ഉം. ആരങ്ങൾ കേട്ടോ. 2 ഗുണം ആരം പറയാം. ഇനി ഈ വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും സർക്കിളിലുള്ള ഒരു പോയിന്റിൽ പോയി ആ. തിരിച്ചിവിടെ വരുന്നു. ആ. അങ്ങനെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ആ. ഇത് വ്യാസമായിരിക്കണം. വ്യാസമാണെങ്കിൽ വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് പോയി സർക്കിളിലുള്ള പോയിന്റ് ചെന്ന് മുട്ടുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് വരുമ്പോൾ മാത്രമേ ഇവിടെ 90 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ അർദ്ധവൃത്തത്തിൻ്റെ കോണളവെന്ന് പറയും കേട്ടോ. ഇത് ഇത്രയും പകുതി വൃത്തമാണ്, ഫുൾ വൃത്തമായില്ല. അതുകൊണ്ടാണ് അതിനെ അർദ്ധവൃത്തം എന്ന് വിളിച്ചത്. ഇനി ഇതേ പോയിന്റിൽ നിന്നും വരച്ച് സർക്കിളിന് വെളിയിൽ ഉള്ള വേറൊരു പോയിന്റിൽ ചെന്ന് മുട്ടി തിരിച്ച് വീണ്ടും തിരിച്ച് ഇതേ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് വന്നാൽ ഈ കോണളവ് എത്രയായിരിക്കും? 90 ഡിഗ്രിന്റെ കുറവായിരിക്കും. 90-നെക്കാട്ടിലും കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയി ഇവിടെ വന്ന് മുട്ടി എന്നിട്ട് തിരിച്ചു പോകുന്നു. അതായത് സർക്കിളിനകത്താണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾ പഠിച്ചേ. പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പിന്നെ പഠിച്ച ഒരു കാര്യം ചതുർഭുജം പഠിച്ചു. ഇത് വൃത്തം. ഇതൊരു ചതുർഭുജമാണ്. ഇതൊരു വൃത്തം, ഇതൊരു ചതുർഭുജം. ചതുർഭുജം എന്ന് പറയണമെങ്കിൽ അതിന് 4 വശങ്ങളുണ്ടായിരിക്കണം, 4 മൂലകൾ അഥവാ വേർട്ടീസസ് ഉണ്ടായിരിക്കണം കേട്ടോ. അതേപോലെ ഈ 4 കോണളവും കൂടെ കൂട്ടുമ്പോൾ 360 ഡിഗ്രി വരികയും ചെയ്യും. ഓക്കെ. ഈ ചതുർഭുജം നമ്മൾ സർക്കിളിലുള്ള ഒരു ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ കണ്ട, ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ നോക്കൂ, ഇതിനും 4 നേർരേഖയാണ് സൈഡായിട്ട് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചതുർഭുജത്തിന് 4 മൂലകളുണ്ട്. എന്നാൽ ഈ 4 മൂലയിൽ കൂടിയും ഒരു വൃത്തം കടന്നു പോകുന്നുണ്ട്. ഒരു വൃത്തം ഇതിൻ്റെ 4 മൂലയും കവർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ചതുർഭുജത്തിനെ നമ്മളൊരു പേര് വിളിക്കും, ചക്രീയ എന്ന് പറയുന്ന വാക്ക് ഫ്രണ്ടിൽ ചേർത്താൽ മതി. ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ത്രികോണമാണെങ്കിൽ ചക്രീയ ത്രികോണം, അങ്ങനെയൊക്കെ വിളിക്കാം. ഓരോ പേരിനനുസരിച്ച് മാറ്റാം. പക്ഷേ ചക്രീയ എന്ന പേര് ഫ്രണ്ടിൽ കൊടുക്കണം. അതിൻ്റെ കാരണം ഇതിൻ്റെ 4 മൂലകളും സർക്കിളെ മുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കിളിലെ പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ അത് ചക്രീയ ചതുർഭുജമാണെങ്കിൽ മാത്രം, എന്താണ് ചക്രീയ ചതുർഭുജമാണെങ്കിൽ മാത്രം ഈ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി എന്ന് പറയും. അതായത് ഈ കോണളവും ഈ കോണളവും കൂടെ കൂട്ടുന്നതിന് തുല്യം എത്രയാണ്? 180 ഡിഗ്രി. ഇപ്പം ചതുർഭുജത്തിൻ്റെത് മനസ്സിലായി. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു സംഭവം, ഇത് വൃത്തം, ഇത് വൃത്തത്തിലുള്ള 2 പോയിന്റുകൾ ഇത് തമ്മിൽ കൂട്ടി വരച്ചാലൊരു
ഞാൻ കിട്ടും. ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഇവിടുന്ന് നേരെ മുകളിൽ ചെല്ലുന്നു, മുട്ടുന്നു, തിരിച്ച് താഴെ വരുന്നു. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും താഴേക്ക് വന്ന് മുട്ടിയിട്ട് ഇവിടെ പോകുന്നു. കണ്ടോ? എന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഇതും വരയ്ക്കും. കണ്ടോ? നമുക്കറിയാം ഇവിടെ ഒരു 120 ഡിഗ്രി തരും അവർ എന്ന് വെച്ചോ. എന്നിട്ട് നമ്മളോട് ദാണ്ട് ഈ ആംഗിൾ എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ 120 ആണെങ്കിൽ ഇത് അതിൻ്റെ നേരെ പകുതിയായിരിക്കും അല്ലേ, 60. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം ഒന്ന് ഇല്ല എന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇതൊരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ? എന്തോ 180 കൊണ്ട് 60. അങ്ങനെ ചക്രീയ ചതുർഭുജമാണെങ്കിൽ അത് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെൻസിലോട് പോയി നമ്മൾ ചെയ്യേണ്ടത് 60 പ്ലസ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൂട്ടുമ്പോഴാണ് 180 കിട്ടുന്നത് അല്ലേ? 180 മൈനസ് 60 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എത്ര വരും? 120 വരും. അപ്പോൾ ഇത് എത്ര കിട്ടി? 120 കിട്ടും. ഇവിടെ കിട്ടിയാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക.